കുരുമുളക് ഉൽപാദനത്തിൽ കേരളമായിരുന്നു ആദ്യകാലങ്ങളിൽ മുൻപന്തിയിൽ. ഇപ്പം കർണാടകമാണ് നമ്പർ 1. ഇത് നമുക്ക് വരുന്നതിനും ഇത് ചോലമുണ്ടിയാണ്. ചോലമുണ്ടിയും പിന്നെ തൊമ്മൻകുടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ ചന്ദ്ര ഇറക്കിയേക്കുന്നത്. ഇതാണ് ലോട്ട മെത്തേഡ്. ഇതൊരു ബോൾ മെത്തേഡാണ്. ഇത് പന്നീർ ടണ്ണ്. ഇത് ഏകദേശം 15 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്. ഇത് ഈ തോട്ടത്തിൽ പല എണ്ണം വെച്ചിട്ടുണ്ടല്ലോ. വീണാനാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെ വെക്കുന്നില്ല, പല എണ്ണം വെക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്നാ? ഈ ഇനങ്ങളെല്ലാം വന്നേക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഈ ടോപ്പ് ഷൂട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ നിലം ഇങ്ങനെ അടിഞ്ഞു തന്നെ നമുക്ക് കാഴ്ച വരുന്നതിന് കാരണം. അതാ അടിയുന്ന പോലെ ഇങ്ങനെ ശകരങ്ങൾ പൊട്ടി ഇതിങ്ങനെ കിടക്കുന്നത്. അത് അടിയുന്ന പോലെ അതാണ്. അതിൽ നിന്ന് ടോപ്പ് ഷൂട്ടർ ആക്കിയതുകൊണ്ടാണ് അധികം താഴെ പോലെ കണ്ണി കുത്തിക്കയറുന്നത്. ഇതെന്താ ചേട്ടാ, നമുക്കൊരു വലിയൊരു പടുതാക്കുളം കാണുന്നുണ്ടല്ലോ. ഒരു 4 ലക്ഷം ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വെള്ളം. ഈ 4 ലക്ഷം ലിറ്റർ നമുക്ക് എത്ര ഏക്കറിലേക്ക് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? 12 ഏക്കറിലോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മഴയും ഈ കാപിടുത്തവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടോ? ഈ 12 അടി ഹൈറ്റ് ചെയ്യുന്ന എനിക്ക് 6 കിലോ ഓളം ഡ്രൈ. 20 കിലോ പച്ച കിട്ടിയാല് 6 കിലോളം ഡ്രൈ എല്ലാ വർഷവും. ഇത് ചോലമുണ്ടി. ഇത് 5 വർഷമായ കുരുമുളകായത്. 5 വർഷം കൊണ്ട് ഇത്രയും കയറി 35 അടി ഹൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് എന്തൊരു ആദായം കിട്ടാൻ പ്രതീക്ഷിക്കുന്നത്? 8 കിലോ എങ്കിലും ഡ്രൈ, 10 കിലോ എങ്കിലും ഡ്രൈ കിട്ടും. TOC ട്രഞ്ചിങ് ചെയ്യും 2 തവണ. ബോർഡോ ഒരു പ്രാവശ്യം അടിക്കും. ഫ്ലവറിങ്ങിന് വേണ്ടി ഞാൻ പിന്നെ ഒരു സ്പ്രേയും കൂടെ കൊടുക്കും. 19 മൈക്രോ ന്യൂട്രൻസ് ഒക്കെ ആയിട്ട് ഇലയ്ക്ക് ഒരു ഫോയിൽ സ്പ്രേയും കൊടുക്കും. പിന്നെ അങ്ങനെ വലിയ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. COC മെറ്റലാക്സിലും കൂടെ കൂട്ടിയടിക്കും. വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോത്തോറ കേട്, മഴ കണ്ടിന്യൂ കൂടി തണ്ടൊക്കെ കറുത്ത് പോകുന്ന ഒരു സൂക്കേടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ COC 1/2 കിലോ, മെറ്റലാക്സിൽ ഒരു 1/4 കിലോ വെച്ചിട്ട് ഒരു സ്പ്രേ കൊടുക്കും. അപ്പൊ അത് കൺട്രോൾ ആവും. ചേട്ടാ, നമുക്ക് ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നടേണ്ടത്, ഇതിന്റെ വളപ്രയോഗങ്ങള് ഇതൊക്കെ പറഞ്ഞുതരാൻ ആരാ ചേട്ടനെ സഹായിക്കുന്നത്? 20 വർഷമായിട്ട് വേണുഗോപാൽ സാർ, സയന്റിസ്റ്റ്, മൈസൂറുള്ള, ഇപ്പൊ റിട്ടയർഡ് ആണ്. അദ്ദേഹം വർഷത്തിലൊരു 3 തവണയൊക്കെ വന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അഡ്വൈസും ഒക്കെ തരുന്ന ഒരു നല്ല മനുഷ്യൻ. എപ്പോ വിളിച്ചാലും വരും. വിളിച്ചില്ലേൽ കൂടെ വന്ന് എനിക്ക് എല്ലാ അഡ്വൈസും ഒക്കെ തരുന്ന. ഇതിന്റെ എല്ലാ അഡ്വൈസും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എൻ്റെ പേര് ജോസഫ് ചാക്കോ. എൻ്റെ ഈ കുരുമുളക് തോട്ടം കർണാടകത്തിലെ ഷിമോഗ ജില്ലയിലെ റിപ്പൺപേട്ടയിലാണ് ഉള്ളത്. 1989 കണ്ണൂർ ജില്ല അരവഞ്ചാലിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറിയതാണ്. എൻ്റെ അപ്പൻ PC ജോസഫ് ഇവിടെ വന്ന് 12 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അപ്പച്ചൻ നല്ല മണ്ണ് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അന്ന് വന്നപ്പം ഇതൊക്കെ വെറും കാടായിരുന്നു. പിന്നെ അത് വെട്ടിത്തെളിച്ച് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇഞ്ചി കൃഷിയും റബ്ബറൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം ആണ് നമ്മൾ കുരുമുളകിലോട്ട് മാത്രം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 20 ഏക്കർ കുരുമുളക് കൃഷിയുണ്ട്. കുരുമുളക് ഉൽപാദനത്തിൽ ഇപ്പം കേരളമായിരുന്നു ആദ്യകാലങ്ങളിൽ മുൻപന്തിയിൽ. ഇപ്പം കർണാടകമാണ് നമ്പർ 1. ഇപ്പം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് തന്നെ ഇന്ത്യയിൽ തന്നെ മതിയാവാത്ത അവസ്ഥയാണ്. ജോസ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇവിടെ എത്ര ഏക്കർ സ്ഥലത്ത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? ഇത് എനിക്കിവിടെ ഒരു 20 ഏക്കർ സ്ഥലത്ത് കുരുമുളക് കൃഷിയുണ്ട്. ഒരു 9 ഏക്കർ വേറൊരു സ്ഥലത്താണ്. എൻ്റെ അടുത്ത് ഒരു 12 ഇനം കുരുമുളകുണ്ട്. P1 മുതൽ P2. പന്നീറിന്റെ 10 ഇനങ്ങൾ ഞാൻ കൃഷി ചെയ്താണ്. അതിലിപ്പം 4 ഇനങ്ങളെ എൻ്റെ അടുത്ത് ഉള്ളൂ. P1, P2, P9, P10, പിന്നെ P8 ഈ ഇനങ്ങളുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് ചേട്ടൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു ഇനം പന്നീറിന്റെ ഇനത്തിലെ ഏറ്റവും നല്ല ഇനങ്ങള് പണ്ട് ആദ്യം റിലീസായ പന്നീർ 1, പിന്നെ അതിലും ഇച്ചിരി ബെറ്റർ P2, ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന പന്നീർ 9ഉം സൂപ്പറാണ്. ചേട്ടാ എന്നോട് പറഞ്ഞത് ഇത് ഒത്തിരി പഠിച്ച് നമ്മൾ ചെയ്തൊരു തോട്ടമാണ്. അതിന്റെ ഒരു അനുഭവം ഒന്ന് പറയാം. ഞാൻ സത്യം പറഞ്ഞ ഒരു 20 വർഷമായ കുരുമുളക് കൃഷിയിൽ തന്നെ ആദ്യം നടും 1 ഏക്കർ നട്ടായിരുന്നു 2000. അത് 4-5 വർഷം കഴിയുമ്പോഴത്തേന് 70 വന്നു. അത് കേടുവന്നു പോയി. അത് പണ്ടൊക്കെ 2000 പ്ലാന്റ് ചെയ്യുമ്പോൾ ലെവൽ സ്ഥലത്ത് നടും. ലെവൽ സ്ഥലത്ത് തന്നെ കുഴി കുത്തി നടുവത് കുരുമുളക് തൈ. അത് 7 വർഷം ആകുമ്പോഴത്തേന് നല്ല ഈൽഡ്. 4-5 വർഷം ആകുമ്പോഴത്തേന് 70 കിൻഡില് 8-ാം വർഷം പോലെ എല്ലാം പോകും. കാരണം അതിന് ഡ്രൈനേജ് ഇല്ല. ലെവൽ സ്ഥലത്ത് നടും. അത് പിന്നെ ഒരു 2 വർഷം 2008 പിന്നെ 2 ഏക്കർ നട്ടു. അതും ഡ്രൈനേജ് ഉണ്ട്. പക്ഷെ അന്നേരം നമ്മളത്
നട്ടത് കുഴി നട്ടു, ഡ്രൈനേജ് ഉണ്ടായാലും ഉണ്ടായാലും നമ്മൾ കുഴി തന്നെ നട്ടു. ആ. പിന്നെ അതുപോലെ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ടിയല്ല, ഷെയ്ഡ് കൂടിയാൽ ഇത് വേഗം കേടുവന്നു പോകും. ഇതിന് മിനിമം ഒരു ഷെയ്ഡ് വേണം. അതെങ്ങനെ നമ്മൾ അറിയുന്നല്ല കൺട്രോൾ ചെയ്യുന്ന സിൽവർ ആകുമ്പോൾ നമുക്ക് വെട്ടി നിർത്താം, ആ. 40% ആ. ഷെയ്ഡ് വിട്ട് ബാക്കി വെട്ടിക്കളയാം. അതിൽ നിന്ന് ഈ 3-4 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാണ് ഈ ലാസ്റ്റ് ഈ മെത്തേഡിലോട്ട് വന്നത്. ഓ. ഇപ്പം എല്ലാ ലൈനിലും ഡ്രൈനേജ്, പിന്നെ ബെഡ് റൈസ് ആക്കിയാ നട്ടേക്കുന്നത്. ഓ, ഫുള്ള് ബെഡ് റൈസ് ആക്കി നടക്കുന്നത്. ബെഡ് റൈസ് ആക്കി നട്ടുകൊണ്ട് ഇപ്പൊ അങ്ങനെ കേടില്ല. ഇതിപ്പം 2 സെറ്റ് കുരുമുളക്. ഇതിപ്പോ എന്നാകലത്തെ നമ്മൾ ഇത് 9x9. 9x9. അതെ. ഇത് നമ്മളിത് എത്ര അടി പൊക്കത്തിൽ നിർത്താനാ ചേട്ടന്റെ പ്ലാൻ? ഇത് ഇതൊക്കെ ഒരു 18 അടി, 9x9 ഒരു 18 അടി. ഏറ്റവും നല്ല ഒരു അകലം എന്ന് പറയുന്നത് ഈ 9x9 ആണോ? അല്ല, ഒരു 10x10 വേണം. 10x10 കൊടികൾ തമ്മിൽ 10 അടി 10 അടി, 10. പന്ത് തമ്മിലും കൊടികൾ തമ്മിൽ. അതെ അതെ, 10x10 ജിഗ് ടൈപ്പ്. ഒരു 15 വർഷം മുന്നേ 2 പ്രാവശ്യം പ്ലാന്റ് ചെയ്ത സ്ഥലമാണ്. ഓ. ഒന്ന് ലെവൽ സ്ഥലത്ത് നട്ടു, ആ. ഡ്രൈനേജ് പോരാ, ആ. ലെവൽ സ്ഥലത്ത് കുഴി കുത്തി നട്ടുകൊണ്ട് പോയി. അതിന് ശേഷമാണ് ഞാൻ ഈ മെത്തേഡിലോട്ട് പോയത്. ഇതിപ്പോ നമ്മള് 2 തൈ വെച്ചു, 2 തൈ മുകളിൽ ഒരു ബെഡ് പോലെ നമ്മൾ ആക്കിയിട്ട് ബെഡ് പോലെ ആക്കിയിട്ട് പിന്നെ 2 സൈഡ് കൂടെ പാത്തി നമ്മള് ആൾക്കാരെ നിർത്തി കോരിക്കാണ്. അത് JCBക്ക് JCBക്ക് തന്നെ പാത്തി പോലെ 2 സൈഡിൽ നിന്ന് കോരി എടുക്കുക ചെയ്യുന്നത്. 1.5 അടി 1.25 അടി. പിന്നെ അപ്പൊ നല്ല നീർവാഴ്ച കാരണം വെള്ളം ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നു. അതെ ഒഴുകി പോവാണ് ചെയ്യുന്നത്. ഒരു 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് ഏതാണോ നമുക്ക് നിൽക്കുന്നത്? ഇത് പന്നീർ 9, 2.5 വർഷമായ പന്നീർ 9 ആണ്. 2.5 വർഷമേ ഉള്ളൂ. 2.5 വർഷമായപ്പോഴത്തേന് ഇതൊരു 15-16 അടി മുകളിൽ കേട്ടുണ്ട്. ടോപ്പ് ഷൂട്ടറാണ്. ടോപ്പ് ഷൂട്ട് നമ്മൾ കെട്ടി കേൾക്കുന്നത്. ടോപ്പ് ഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കയറി പോകുന്ന ഏറ്റവും ടോപ്പിലെ തലയ്ക്ക് കട്ട് ചെയ്ത്. അതെ, കട്ട് ചെയ്തല്ല, അത് ഡിസ്പോസിബിൾ ഗ്ലാസ് കട്ട് ചെയ്ത് പിടിപ്പിച്ച് മണ്ണിട്ട് കൊടുക്കുമ്പോൾ അവിടെ വേര് വരും. അത് കട്ട് ചെയ്ത് ഞാൻ നട്ടാണ്. കാരണം അത് ഒരു 7 വർഷം മുന്നേ എനിക്ക് പന്നൂർ സ്റ്റേഷനിൽ നിന്ന് 2 പന്നൂരിനെ കിട്ടിയുള്ളൂ. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷന് വേറെ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് നല്ല ഇനങ്ങളാണെന്ന് തോന്നി. അപ്പം അതിനെ മൾട്ടിപ്ലിക്കേഷന് ആ മെത്തേഡേ എനിക്ക് പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം ടോപ്പ് ഷൂട്ടാണ്. 100 എണ്ണം ഉണ്ട്, പുറകിലും ഉണ്ട്. പന്നൂർ 9 തന്നെ ഒരു 300-400 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ ടോപ്പ് ഷൂട്ട് ഇതിന്റെ ചവിട്ടിൽ നമ്മൾ ആ പടം ഒറ്റയാണോ നമ്മൾ നട്ടിട്ടുള്ളത്? രണ്ട് തലകളാണ്. 2 തലകൾ, ഒന്നത്തിൽ ഇവിടെ 2 തലകളുണ്ട്. ഈ ടോപ്പ് ഷൂട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ നിലം ഇങ്ങനെ അടിഞ്ഞു തന്നെ നമുക്ക് കാഴ്ച വരുന്നതിന് കാരണം. അതെ, ഇത് ആദ്യം പോലെ തന്നെ ഈൽഡിങ് തുടങ്ങും. അതാ അടിയുന്ന പോലെ ഇങ്ങനെ ശകരങ്ങൾ പൊട്ടി ഇതിങ്ങനെ കിടക്കുന്നത്. അത് അടിയുന്ന പോലെ അതാണ്. പിന്നെ ഇത് മഴക്കാലത്ത് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ രോഗം വരും. ഇങ്ങനെ കിടക്കുന്നോണ്ട് രോഗം അതെ അതെ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ പുറമേ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോഴാണ് അതിന്റെ അകത്തോട്ടാണ് ഒത്തിരി തിരി വരുന്നത്. അതിന് പുറമേ കാണാൻ തിരി കുറവാണ്. ഉള്ളില് ഫുള്ള് തിരി. ഇത് നല്ല ബോൾട്ട് മുളകുമാണ്. ലിറ്റർ എങ്ങനെയുണ്ട്? അത്യാവശ്യം ഉണ്ട്. ഇതില് എനിക്ക് ഇത്രയും വർഷത്തില് ഏറ്റവും ബെസ്റ്റ് ഇനം പന്നൂർ 9 ആണ് നമ്മുടെ അഭിപ്രായത്തിൽ നോക്കിയിട്ട്. നല്ലത് ഈൽഡിങ്ങിലും ഒക്കെ ആയിട്ട്. ഇത് നമുക്ക് ഇതിപ്പോ നമുക്ക് എത്ര കിലോ ഉണക്ക കുരുമുളക് കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കുന്നത്? ഒരു 2.5 വർഷമായി ഒരു 1.5 കിലോ വെച്ച് കിട്ടും. അതെ, കിട്ടും. ഇതിലൊക്കെ 2 കിലോ എടുത്ത് കിട്ടും. 2.5 വർഷമല്ലേ. ഇത് എങ്ങനെയുണ്ട് മൂക്കുന്ന ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് മൂക്കുന്ന കാലാവധി നമുക്ക് എങ്ങനെയുണ്ട്? സ്പീഡ് അല്ല, അതെല്ലാം ജനുവരി ലാസ്റ്റോടെ ആയിട്ട്, ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആയിട്ട് മൂത്ത് കിട്ടും. ഇത് ഇപ്പൊ നമ്മൾ ഈ ടോപ്പ് ഷൂട്ട് കട്ട് ചെയ്യുന്ന പറയുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന നമുക്കൊരു ചെടിക്ക് വളർച്ച കുറയും അങ്ങനെ വല്ല സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഓളിന്ന് 2-3 തല എടുക്കുമ്പോ ശകലം ഒരു 2-3 മാസത്തേക്ക് വളർച്ച കുറയും. പിന്നെ അത് പൊട്ടി കയറി വരും. ഈ ഹൈറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മുകളിൽ ചെയ്യാൻ പറ്റില്ല. അതിന്റെ മണ്ട നമുക്ക് ഏണിയൊക്കെ വെച്ച് കയറി എടുക്കാൻ പാടാം. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിക്കാൻ വേണ്ടിട്ട്. ഇതാണ് ലോട്ട മെത്തേഡ്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ മുക്കാൽ കട്ട് ചെയ്യും, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കയറ്റും. ഒരില കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ പിന്ന് ചെയ്യും. ചെറിയ പിന്നെ ഇതിനടിക്കും ഈ ഗ്ലാസ്, വലിയ സ്റ്റാപ്ലർ വെച്ച് മരത്തിലടിക്കും. അപ്പൊ അതവിടെ നിൽക്കും. അപ്പൊ ഇതെല്ലാം മണ്ണ് ഇട്ട് കൊടുത്താൽ ഇത് 1.5 മാസം കൊണ്ട് വേര് വരും. കട്ട് ചെയ്ത് ഇപ്പൊ ടോപ്പ് ഷൂട്ടറാവും. ഈ മുട്ട ഏതെങ്കിലും മുട്ട തന്നെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ സാധാ മണ്ണ് മാത്രമാണ് അത്. ചാണകം ഇടാം, ശകലം ചകിരിച്ചോറ്, ചാണകമൊക്കെ ഇട്ട്, ഇല്ല പുതുമണ്ണായാലും മതി. മുകളിലത്തെ അത്യാവശ്യം നല്ല നനവ് വേണം ഇതിന്. ഏപ്രിൽ ലാസ്റ്റ് മെയിലൊക്കെ ചെയ്താലേ മോട്ടർ ഉള്ളതുകൊണ്ട് വേഗം പേര് വരും. വേനല്ലേ ഇത് അത്ര സക്സസ് അല്ല. വേണം പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. ഈ സ്ഥലത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ച് ഇവിടെ ഇതും പിന്നെ ചെയ്ത് ഇവിടെ പിന്നെ മണ്ണിട്ട് കൊടുത്താൽ ഇതും ഒരു ടോപ്പ് ഷൂട്ടറാവും. ഓക്കെ. അപ്പൊ ഒരു തണ്ട് തന്നെ നമുക്ക് 1-2 നമുക്ക് എടുക്കാൻ പറ്റും. 2-3 ഒക്കെ ആക്കാം. 3 ആക്കാം. ഓക്കെ. പിന്നെ ഇപ്പം പുതിയ ബോൾ മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ ബോൾ മെത്തേഡും ഉണ്ട്. ബോൾ മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? ബോൾ മെത്തേഡ് ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്താ. അതേപോലെ ബോൾ മെത്തേഡ് നമുക്ക് ഇവിടെ കെട്ടിയാൽ മതി. മണ്ണ് നിറച്ചിട്ട് കണ്ടില്ലേ, ഇതൊരു ബോൾ മെത്തേഡാണ്. മണ്ണ് നിറച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ലോക്ക് ആക്കുന്നു, അതിന്റെ ഇവിടെ കെട്ടി വെച്ചാൽ അതും. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ സർപ്പന്റ് മെത്തേഡ് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്ത് നമ്മൾ കൂടെ വെക്കുന്നുണ്ട്, അതൊക്കെ വെച്ച് നോക്കാൻ ഏറ്റവും സക്സസ് ആണെന്ന് പറയുന്നത്
ടർപ്പൻറ്റൈൻ്റെ ഇപ്പോൾ ഒത്തിരി സമയം വേണം, അതിന് തന്നെ ആള് നിൽക്കണം. ഓക്കെ. ഇതാകുമ്പോൾ നമുക്ക് ചില റെയർ വെറൈറ്റികൾ ചന്ദ്ര പീനൈനൊന്നും ഞാൻ 7 വർഷം മുന്നേ എനിക്ക് 2 കിട്ടിയുള്ളൂ. അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു 1000-ഓളം തൈ എന്റെ പറമ്പിൽ തന്നെ. അത് ഞാൻ വേറെ എവിടെ പോയി ചോദിച്ചാൽ എനിക്ക് 9 അന്ന് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് തൈ ഉണ്ടാക്കാന്ന് വെച്ചാൽ ലോട്ട മെത്തേഡ് ഈ ടോപ്പ് ഷൂട്ടറൊക്കെ ആക്കലെ വഴിയുള്ളായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അത് ചെയ്ത് ഇറക്കിയതാണ്. നമ്മള് ഇവിടെ വെച്ചേക്കുന്ന താങ്ങുമരം ഏതാണ്? താങ്ങുമരം സിൽവർ റോക്ക് ആണ്. 2-2.5 വർഷം സിൽവർ നട്ട ഒന്നിച്ച് തന്നെ വള്ളി നട്ടതാ. ഇത്രയുള്ള തൈക്ക് തന്നെ അന്നേരം തന്നെ അതും ടോപ്പ് ഷൂട്ടർ നട്ടുവിട്ടതാ. അപ്പൊ നമ്മള് ഈ സിൽവർ വെക്കുന്ന കൊടുത്ത് വേറെ എന്തെങ്കിലും താങ്ങായിട്ട് ഇല്ല അത് അതിന്റെ കൂടെ തന്നെ വളരും. സിൽവർ മോളിൽ പോകും, അതിന്റെ പുറകെ കുരുമുളക് വളർന്നു വരും. രണ്ടും ഒരുമിച്ച് വെക്കാം. പിന്നെ ചിലരുടെ എന്താ പറയുക 3 വർഷം വെയിറ്റ് ചെയ്യണം എന്നുള്ള അതിന് ഒരാവശ്യമില്ല. ഒന്നിച്ച് തന്നെ നടാം. സിൽവർ നല്ലോണം വളരും. ഇവിടെ മൊത്തത്തില് സിൽവർ റോക്ക് ആണ് സപ്പോർട്ട് മരമായിട്ട് ചെയ്യുന്ന എല്ലാവരും. ഇപ്പം ധൂപ്പ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിൽവറിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ധൂപ്പയാ. കുറച്ച് സിൽവർ ചിലപ്പോൾ ഉണങ്ങി പോകും. പിന്നെ ഇത് ചെരിയും കാറ്റിന് ചെരി. പിന്നെ ഇത് ട്രിം ചെയ്യുന്നത് ഷെയ്ഡ് കട്ട് ചെയ്യുന്നത് ഒത്തിരി പണിയാ. വർഷം കട്ട് ചെയ്യണം. ധൂപയാണ് അത്രയും പ്രശ്നം വരുന്നില്ല. ധൂപ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ധൂപ്പ ചെയ്തിട്ടില്ല. പയ്യാനിയുണ്ട് ഒരു 10-20 ജനം കാണിക്കാൻ. ധൂപ്പ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എത്ര അടി പൊക്കത്തിൽ കൊണ്ട് എത്തിക്കാണ് നമ്മൾ നോക്കുന്നത്? അതിനകത്തുകൊണ്ട് ഒരു 18 അടി താഴെ നിർത്തുന്നുള്ളൂ. 9 അല്ലേ. 10 അടിയൊക്കെയാണ് ഒരു 20, 22, 24, 23 അടിയൊക്കെ വിടാം. 9x9 അധികം ഹൈറ്റ് വിട്ടാൽ അടിയിൽ ഈൽഡിങ് കുറയും. സൂര്യപ്രകാശത്തിന്റെ നല്ല രീതിക്ക്. അപ്പൊ ഇതിന്റെ അകത്ത് വേറെ മരങ്ങളൊന്നും പാടില്ല, വേറെ കൃഷികളൊന്നും പാടില്ല. കുരുമുളക് കാപ്പി ചെയ്യാൻ വേണമെങ്കിൽ നടുക്ക് അത് അധികം ഹൈറ്റ് വിടാൻ പാടില്ല എന്നേ ഉള്ളൂ. ഞാനിപ്പോ അപ്പുറത്ത് എന്റെ സ്ഥലത്ത് കാപ്പിയുണ്ട്, അവിടെ 10x10 ഇത് നമ്മളിത് പുതിയൊരു തൈ വെച്ചേക്കുന്നതാണ്. ഇത് എന്റെ ഇതിപ്പോ ലേറ്റസ്റ്റ് ISR ചന്ദ്ര ഇടയ്ക്ക് കിട്ടിയാണ്. ഒരു 70 എണ്ണം ചെയ്തിട്ടുണ്ട്. നല്ല ഇനങ്ങളാ. അത് ചോളമുണ്ടിയും തൊമ്മൻകുടി ആയിട്ട് ഡബിൾ ഇത് ചെയ്ത് ആക്കിയിരിക്കുന്ന നല്ല ഇനമാണ്. അത് നട്ടേക്കുന്നത് പൊക്കിയാ നട്ടേക്കുന്നത്. അതായത് മണ്ണ് കൂട്ടി പൊക്കി നട്ടേക്കുന്നത്. അതെ പൊക്കിയാണ് നട്ടേക്കുന്നത്. പിന്നെ 2 സൈഡും കാനയുണ്ടല്ലോ. അപ്പം ഒരു കാരണവശാലും നീർവാഴ്ച വെള്ളം നിൽക്കത്തില്ല, പോകത്തില്ല. വെള്ളം വലിഞ്ഞ് ക്ലീൻ ആയിട്ട് പോകും. നമ്മളപ്പോ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അടിവളമായിട്ട് എന്തെങ്കിലും നമ്മൾ അടിവളമായിട്ട് കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കാം. ഒരടി ദൂരെ ജൈവവളം ഇട്ട് കൊടുത്ത് മൂടിക്കൊടുത്താൽ മതി. അത് മതി. അതെ. പിന്നെ ഇതിന് ഇറിഗേഷൻ പൈപ്പ് ഇറിഗേഷൻ ഉണ്ട്. അത് ആഴ്ചയിൽ 1-2 തവണ 8 ലിറ്റർ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ വലിയ കൊടിക്ക് നമ്മൾ അതുപോലെ കൊടുക്കാം. വലിയ കൊടിക്ക് ആഴ്ചയിൽ ഒരു 8 ലിറ്റർ വെച്ച് കൊടുക്കും ഈ സമയത്ത്. വേനൽ കൂടുന്തോറും ആഴ്ച 2 തവണ പോകും, 10 ലിറ്റർ വെച്ച്. ഈ നമ്മള് കുരുമുളക് ഒന്ന് ഉണങ്ങണം, വാടണം, അതിന് വേണ്ടി വെള്ളം കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കുരുമുളക് പറിച്ചു കഴിഞ്ഞിട്ട് ഒരു 10-25 ദിവസമൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുക്കാറില്ല. കൊടുക്കണം. തൈയുടെ വാട്ടം അനുസരിച്ച് കൊടുക്കണം. ഒന്ന് വാടിയുന്നതിന് സ്ട്രെസ് കൊടുക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ കുരുമുളക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ആഴ്ച 2-3 പ്രാവശ്യം കായ്ക്ക് ഇച്ചിരി മുഴുപ്പും വരും. കായ് വളർച്ചയ്ക്കൊക്കെ നല്ല. ചേട്ടാ, ഇത് നമ്മളിതിപ്പോ ഇത് ചെയ്തേക്കുന്ന ഇതൊരു 1.5 വർഷം മുന്നേ എനിക്ക് ഇടുക്കി എന്നുള്ള ഒരാള് ഫ്രണ്ട് കൊണ്ടു തന്നാണ്. ഇടുക്കി വന്നപ്പം ഇത് വേനലിന് ഇല പൊഴിയുമെന്നുള്ള സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു, വെള്ളം കൂടുതൽ കൊടുത്തില്ലെങ്കിൽ. 25-ആയിട്ടുള്ള ട്രയലാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അധികം വെള്ളം കൊടുക്കാൻ പറ്റിയല്ല. കുരുമുളക് തിരിയിടും. നേരത്തെ തിരിയിടും. അത് ഞാൻ പാടില്ല, പറ്റിയല്ല. ഇത് നമ്മൾ എത്ര അടി കാലത്തിലാണ് വെച്ചേക്കുന്നത്? 9 തന്നെ. ഇത് എത്ര നാളായത്? ഇത് 1.5 വർഷം. 1.5 വർഷമായി. 1.5 വർഷമായത്. നല്ല വളർച്ച ഉണ്ട്, അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ട്. പക്ഷെ ധൂപയാണ് ഇതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് ചേട്ടൻ. ഇതെന്താ ചേട്ടാ, നമുക്കൊരു വലിയൊരു പടുതാക്കുളം കാണുന്നുണ്ടല്ലോ. എനിക്ക് വെള്ളം വളരെ കുറവാണ്. 1.5 ഇഞ്ചും 1.25 ഇഞ്ചിന് 2 ബോർവെല്ലേ ഉള്ളൂ. അപ്പൊ അത് സിംഗിൾ ഫേസ് മോട്ടോർ വെച്ച് ഈ കുഴിയിലോട്ട് വീഴും. ഒരു 4 ലക്ഷം ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. 4 ലക്ഷം ലിറ്റർ ഇവിടുത്തെ വേറെ വലിയ മോട്ടോർ വെച്ച് എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനും. ഈ 4 ലക്ഷം ലിറ്റർ നമുക്ക് എത്ര ഏക്കറിലേക്ക് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? 12 ഏക്കറിലോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ആ വർഷം ഈ വെള്ളം മതി. പിന്നെ വെള്ളം 4 വർഷം വീണുകൊണ്ടിരിക്കും. എനിക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല. കുരുമുളക് കൃഷി അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതി. ഇതിപ്പോ എത്ര അടി താഴ്ച ഉണ്ടെന്ന്? ഇത് 10-13 അടി താഴ്ചയുണ്ട്. ഇത് നമ്മള് കുരുമുളക് നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്, വിൽപ്പനയ്ക്കാണത്? ഇല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി. പുതിയ ചന്ദ്രയാണ് ഇത്. ചന്ദ്ര മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ടർപ്പൻറ്റൈൻ ആക്കിയേക്കുന്നതാണ്. കുറച്ച് തൈ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പോളിയോസ് ആക്കിയതാണ് എനിക്ക്. ആവശ്യം അധികം വരുമ്പോൾ കൊടുക്കാനും കൂടെ ഉണ്ട്. നമ്മൾ ഈ കവർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അതുപോലെ വളം നമ്മൾ മിക്സ് ചെയ്യാറുണ്ടോ? ചാണകവും ചകിരിച്ചോറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത്
മിക്സ് ചെയ്താണ് മണ്ണും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ചെയ്ത് വെക്കുന്നത്. അതെ. നമ്മൾ സർപ്പന്റൈൻ മെത്തേഡിലാണോ കൂടുതലും ചെയ്യുന്നത്, അതെയോ നമ്മൾ ചെയ്യുന്നത് മറ്റേ നോഡ് കട്ട് ചെയ്ത് നോഡ് കട്ട് ചെയ്ത് നോഡ് കട്ട് ചെയ്താ റണ്ണേഴ്സ് കട്ട് ചെയ്താണ് ഞാൻ കൂടുതലും ആക്കുന്നത്. ടർപ്പൻറ്റൈൻ അതിന് 2 പേര് സ്ഥിരം വേണം. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റണ്ണേഴ്സ് ഉണ്ട്, എനിക്ക് തോട്ടമുള്ളതുകൊണ്ട് റണ്ണേഴ്സ് കൊണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് പണിയാവും. ഇതൊക്കെ റണ്ണേഴ്സ് കൊണ്ടാക്കിയതാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ റണ്ണേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ 2 മുട്ടാണല്ലോ ഒരു കൂടക്കകത്തോട്ട് വെക്കുന്നത്. നമ്മളെ ചേട്ടൻ എങ്ങനെയാ വെക്കുന്നത്? സിംഗിൾ മുട്ട ആക്കുന്നത്. ഒരു സിംഗിൾ മുട്ട മതി. അതിന്റെ ഗുണം എന്നാ? സിംഗിൾ മുട്ട ആകുമ്പോൾ നല്ല വേര് വരും. സിംഗിൾ അടിയിൽ നിന്ന് തന്നെ വേര് വരും. അതിന്റെ കട്ടിങ് ഭാഗത്തുനിന്നും വേര് വരും. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും വരും, ആ മുട്ടേന്നും വരും. ഇത് സിംഗിൾ നോഡ് ആക്കിയതാണ്. ഒറ്റ മുട്ട ഇത്. അപ്പൊ 2 നോട്ടിനേക്കാൾ കൂടുതൽ കരുത്ത് കിട്ടുന്നത് സിംഗിൾ നോട്ടിനാണ്. അതെ അതെ, കരുത്തും വേരും കൂടുതലുണ്ടാവും. ഓഹോ. ഡബിൾ നോഡിനും ഇച്ചിരി ഹൈറ്റ് ആകത്തൊക്കെ മുട്ട നീളമുള്ളതുകൊണ്ട് ശകല വലിയ തൈയായിട്ട് കാണാൻ പറ്റും. പക്ഷെ കരുത്ത് കൂടുതൽ സിംഗിൾ നോട്ടിനാണ്. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഷീറ്റ് ഇട്ട് മൂടി ആ രീതിക്കാണ്. അതെ അതെ, ഒരു 15 ദിവസം മൂടിയിടും. പിന്നെ അത് ചെറുതായിട്ട് ഓപ്പൺ ആക്കി വരും. അപ്പം അത് അന്നേരത്തിന് മുളയും പേര് സ്റ്റാർട്ട് ആവും. നമുക്ക് ഇങ്ങനെ റെഡിയാക്കുന്ന ഒരു തൈ നമുക്ക് എത്ര നാളും കൊണ്ട് നമുക്ക് തോട്ടത്തിലേക്ക് കയറ്റാൻ പറ്റും? അതിപ്പോ ഞാൻ ജനുവരി തുടങ്ങും, ജൂൺ ഫസ്റ്റ് മുതൽ അത് കൊടുക്കാൻ തുടങ്ങും. നമുക്ക് ഷെയ്ഡ് ഫുൾ ആയിട്ട് വെട്ടിക്കളയേണ്ട ഒരു സമയം അങ്ങനെ വല്ലൊരു സമയം? അതെ, മാർച്ച് ഏപ്രിൽ മെയ് ഫസ്റ്റോളൊക്കെ, മെയ് ഫസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഷെയ്ഡ് റിമൂവ് ചെയ്യണം. പിന്നെ ആയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ നേരം ഇല്ല, ഒരു 30% കുറച്ച് നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളയും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10x10 ആയത് 10x10. അതേപോലെ കാപ്പിയുണ്ട്. ഇതെല്ലാ ലൈനിലും ഡ്രൈനേജാ. 1.25 അടി ഡ്രൈനേജ്. ചന്ദ്രഗിരി കാപ്പി, ഇത് ചന്ദ്രഗിരി കാപ്പി വെച്ചു 3-ാം വർഷം. ഈ വർഷം ഫസ്റ്റ് ഇല്ലായിരുന്നു, 35 കിട്ടി. ഈ 10x10 വെക്കുമ്പോൾ നമുക്ക് ഒരു നമുക്ക് ഏകദേശം എന്നാ കാ കിട്ടുന്നത്? ഒരു 3 കിലോ 4 കിലോ വെച്ച് കിട്ടും. അപ്പൊ ഇത് എത്ര അടി പൊക്കത്തിൽ നിർത്താൻ ചേട്ടൻ്റെ പ്ലാൻ? ഇതൊരു 22 അടി 23 അടി പൊക്കത്തിൽ നിർത്തും. ഇത് ഏതാണ് ചേട്ടാ നമുക്ക് ഇത് വരുന്നത്? പന്നീർ 9 ആണ്. ഒരു 7 വർഷം മുന്നേ എനിക്ക് പന്നീർ അസോസിയേഷനിൽ അജിത് സാർ സയന്റിസ്റ്റ് അത് റിലീസായ സമയത്ത് വന്ന അത് എനിക്ക് നല്ല ഇനമാണെന്ന് തോന്നി. ഇത് പന്നീർ 3-ൽ നിന്നും വിത്തിൽ നിന്നും കോണൽ സിസ്റ്റത്തിൽ ആക്കിയതാണെന്നാണ് ഒരു രജിസ്ട്രേഷൻ പറഞ്ഞത്. നല്ല ഇനമാണെന്ന് തോന്നിയതുകൊണ്ട് ഇതിൽ ഈ ഒറ്റ തയ്യെന്നാണ് ഞാൻ 500-1000-ഓളം തൈകൾ ഉത്പാദിപ്പിച്ചേക്കുന്നത്. അതെ അതെ. ഇത് നമുക്ക് ഞാൻ ചോദിക്കുന്നത്, ഇത് നമുക്ക് ഇത്ര എത്ര കിലോ കുരുമുളക് നമുക്ക്? ഇതാണ് പല പ്രാവശ്യമായിട്ട് വാച്ച് ചെയ്ത് ഈ 12 അടി ഹൈറ്റിൽ നിന്ന് എനിക്ക് 6 കിലോ ഓളം ഡ്രൈ, 20 കിലോ പച്ച കിട്ടിയാൽ 6 കിലോളം ഡ്രൈ എല്ലാ വർഷവും. പിന്നെ ഇത് നോർമൽ എല്ലാ വർഷവും ഈൽഡും സ്റ്റേബിളാ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ അപ്പുറത്തെ വർഷമൊക്കെ ആയിട്ട് 6 കിലോ 5.5 കിലോ. ഈ വർഷം ഏകദേശം അതേപോലെ തന്നെ ഉണ്ട്. എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ തന്നെ ഈൽഡിങ് കിട്ടും. അതെ, ഇത് മാത്രമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇത് നമുക്ക് അകത്തോട്ട് കൂടുതൽ മുളക് കിടക്കുന്നതിന്റെ അകത്താണ്, പുറത്തങ്ങനെ കാണത്തില്ല. ഇത് അടി തൊട്ട് തന്നെ കണ്ണി കുത്തി കയറുകയും ചെയ്യുന്നു. അതെ അതെ. അത് ടോപ്പ് ഷൂട്ട് കട്ടി വെക്കുന്നുണ്ട് മാത്രമാണോ? അല്ല, അതിനൊരു വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് ഈ വള്ളിത്തല നട്ടില്ലേ ഞാനിത് ടോപ്പ് ഷൂട്ട് പോലെ ആവാൻ കാരണം ഇത് വള്ളിത്തല ഏതാ? ഇത് പന്നീർ 9 ആണ്. ഒരു 3 മാസം മുന്നേ നട്ടാ, 2 മാസം മുന്നേ. ഇത് ഇവിടെ വരുമ്പോഴത്തേന് ഞാൻ ഈ തലയങ്ങ് നുള്ളും, തലനുള്ളിക്കളയും. ഇവിടുന്ന് വീണ്ടും നടണം വരും, ഇവിടുന്ന് വീണ്ടും നുള്ളും. അപ്പത്തേന് ഇവിടുന്ന് ബ്രാഞ്ചസ് വരും. 2 പ്രാവശ്യം നമ്മൾ തല നുള്ളി കഴിയുമ്പോഴത്തേന് ബ്രാഞ്ചസ് വരും. നമ്മൾ ഒരു ചോട്ടി 2 തൈ വെക്കാറുണ്ട്. 2 തൈ വെക്കാം. അത് കയറി പോകാൻ വേണ്ടിയാണത്. അത് സത്യം പറഞ്ഞാൽ അടക്കിക്ക് ഒന്നിന്റെ ആവശ്യമുള്ളൂ. ശകല എയർ സർക്കുലേഷൻ ഒക്കെ വേണം. ഇതെനിക്ക് റണ്ണേഴ്സ് വേണം. റണ്ണേഴ്സ് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഓർത്തു ഇതിപ്പോ വലിയ താമസിക്കുന്നത് കയറും, അന്നേരം ഇത്ര പണിയായാലും നടാനായില്ല. എനിക്ക് വീടിന്റെ അടുത്തുണ്ട് ഒരു 1000-ഓളം പന്നീർ 9 നട്ടെങ്കിൽ റണ്ണേഴ്സ് വേണം. 2 വർഷം ഞാൻ റണ്ണേഴ്സ് എടുക്കും. അതിനുശേഷം കയറ്റിവിടും. ഇത് പന്നീർ തന്നെ. ഇത് പന്നീർ പോസ്റ്റയിൽ 3.5 വർഷം മുന്നേ ടോപ്പ് ഷൂട്ട് നട്ടാണ്. കഴിഞ്ഞ വർഷം ഈൽഡുണ്ട്, ഈ വർഷം നല്ല ഈൽഡാണ്. അകത്തൂടെയൊക്കെ നിറച്ചും ഇത് അകത്തൂടാണ് ഇതിന്റെ മൊത്തം തിരി. പുറമെ കാണുന്നതിന്റെ ഇരട്ടി. ഇത് നമ്മള് ഒരു കുരുമുളക് മാത്രം ഇത്ര നല്ല വണ്ണത്തിൽ നിൽക്കുന്നില്ല. ഇത് നേരത്തെ തിരിയിട്ടുകൊണ്ട് മാത്രം നല്ല മുഴുപ്പായതാണ്. ഇത് ബാക്കിയെല്ലാം ഇങ്ങനെ മുഴുപ്പാവും. ഈ മുഴുപ്പ് തന്നെ ഇതെല്ലാം കയറി വരും. ഇതിന്റെ വളർച്ച ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് വളർച്ചയായില്ല. നല്ല ലിറ്റർ വെയിറ്റ് ഉള്ള ഇനങ്ങളുമാണ്. ഇത് നമ്മൾ പോസ്റ്റല്ലേ കയറ്റിയേക്കുന്നത്? ഇത് വരുന്ന ഏതാണ് ചേട്ടാ? ഇത് പന്നീർ 10. ഇത് 3 വർഷമായ ടോപ്പ് ഷൂട്ടർ നട്ടാണ്. ഇത് പന്നീറിന്റെ ലാസ്റ്റ് തന്നെ റിലീസ് ചെയ്തേക്കുന്ന. 9 വെച്ച് നോക്കുമ്പോൾ 10 എങ്ങനെയുണ്ട്? 10 വലിയ കുഴപ്പമില്ല. അല്ലെ, ഇത് ശകലം നീളമുള്ള തിരിയാണ്. ഇത് ശകലം നീളം കുറവായാലും ഉള്ളില് നല്ല തിരിയാ. പന്നീർ 9 അത്രയും വരികയല്ല, നല്ല തിരി നീളം കൂടുതലുണ്ട്. ഇതിന്റെ ഒരു നീളം ഇത്രയുണ്ട്. ഇത് നീളം വരും. പന്നീർ 10-ന്റെ 12-13 ഇഞ്ച് നീളമുള്ള തിരിയാണ് പന്നീർ 10.
എന്നിട്ട് ലിറ്റർ വെയിറ്റ് നല്ല ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതിന്റെ ഒപ്പം വരികയാണെന്ന് ചേട്ടൻ പറയാനുള്ള കാരണം എന്താ? അത്രയും തിക്കായിട്ട് പിടിക്കുന്നില്ല. ഓ. ഭയങ്കര ബ്രാഞ്ചസും അകലത്തിലാണ് ശകരങ്ങളിന്റെ. പക്ഷെ ഇതിന്റെ അകലത്തിലില്ല ശകരങ്ങൾ. അതായത് ശകരം എന്ന് പറഞ്ഞാൽ മുട്ട് വരുന്നത് തമ്മിൽ അകലമാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? അതെ, മുട്ടകലവും പിന്നെ ബ്രാഞ്ചസ് ശകരങ്ങളും ഒത്തിരി അകലത്തില് പോകും. അതെ, അത്ര അകലത്തിൽ പോകുന്നില്ല, കുറച്ചുകൂടെ അടുത്തടുത്ത് വരും. പക്ഷെ നിറച്ചു തിരിയാ ഉള്ളു. ഇത് അത്രയും നിറച്ചു തിരിയില്ല, നീളം തിരി കൂടുതലുണ്ടെന്നുള്ളതാണ്. ഉണ്ട്. ഇത് നമുക്ക് ഇത് പന്നൂർ 8. ഇത് ഒരു നല്ല ഇനമാണ്. ലിറ്റർ വെയിറ്റ് ഉള്ള പരിമുണ്ട പോലെ നല്ല നല്ല ഇനങ്ങളാണ് പിടിക്കുന്നത്. ഇത് ഒരു 4 വർഷം പഴക്കമുള്ള കുരുമുളക് തൈയായിരുന്നു. ഒത്തിരി നീളമില്ലെന്നുള്ളതേ ഉള്ളൂ. നീളമില്ല, ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്. നല്ല ഫീൽഡിംഗ് ആയത്. ഇത് വിജയ് നീലമുണ്ടി പിന്നെ പന്നീർ 2 കൂടെ മിക്സ് ചെയ്ത് ആക്കിയതിനാണ് കേരളത്തിലെ വളരെ പോപ്പുലർ ഇനമായത്. ലിറ്റർ വെയിറ്റ് എങ്ങനെയുണ്ട്? ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്, നല്ല ഇനമായത്. അത്യാവശ്യം നല്ല കായും കിട്ടും. എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ കായ കിട്ടുന്നുണ്ട്? അങ്ങനെയില്ല, എനിക്ക് 9 തോന്നിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഒരുപോലെ കിട്ടുന്ന നല്ല ഇനമാ. ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്, നല്ല പിടുത്തമാണ്. ഇത് നമുക്ക് എത്ര കിലോ കായ കിട്ടാൻ ഇത്? ഇതിലൊരു 5 കിലോ ഡ്രൈ കിട്ടും. അതെ, നല്ല ലിറ്റർ വെയിറ്റ് തന്നെ കൂടുതലുള്ള വിജയ് തന്നെയാണ്. മണിപിടുത്തം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. മഴ ഇതുപോലെ ചേട്ടൻ ഇങ്ങനെ മോളിൽ നിങ്ങൾ ചാടി വരുന്ന ഇതുപോലുള്ള വള്ളി ഉണ്ടല്ലോ, ഇത് നമ്മൾ ശരിക്കും കട്ട് ചെയ്ത് കളയോ നടാൻ ഉപയോഗിക്കാനൊക്കെ പറ്റുമോ? നടാനെടുക്കാം. പലരും പറയുന്നത് പൊള്ളി എന്നാ പറയുന്നത്. ഇതിനെ മുകളിലോട്ട് കെട്ടിവിടാത്തതുകൊണ്ട് താണു പോയത്. വിട്ടാൽ ഇതും ബ്രാഞ്ചസ് വന്ന് ശേഖരങ്ങൾ വന്ന് കാ പിടിക്കും. ഇത് മുകളിലോട്ട് കെട്ടി ഈ അടക്കത്തോട്ടത്തിൽ കണ്ടമാനം താഴെ കിടക്കും. ഇതും റണ്ണേഴ്സായിട്ട് തൈക്ക് ഉപയോഗിക്കാം. കെട്ടിക്കൊടുക്കാത്ത കൊണ്ട് താഴെ വീണു. കെട്ടിക്കൊടുത്താൽ ഇത് ബ്രാഞ്ചസ് വന്ന് മുകളിൽ പിടിക്കും. ഇതിനും സെയിം ഗുണം തന്നെ കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കട്ട് കളയേണ്ട എന്റെ അനുഭവത്തിൽ അതിന് ഒരു പ്രശ്നം വരുന്നില്ല. കെട്ടിക്കൊടുത്താൽ ശേഖരം വന്ന് കാ പിടിക്കും. കെട്ടിക്കൊടുക്കാതെ താഴെ പോയതുകൊണ്ട് ഇത് വരുന്നു, ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഇത് നമുക്ക് വരുന്നതിനും ഇത് ചോലമുണ്ടിയാണ്. ഇതൊരു 5 വർഷമായ വലിയ കുഴപ്പമില്ല. ഈ വർഷം നല്ല വെയിലാണ്. വെയിലുള്ളതുകൊണ്ട് ഇത് നല്ല കായുണ്ട്. ഇത് പറിക്കാൻ ശകലം നല്ല തിരി നീളം കുറവുള്ളതുകൊണ്ട് പറിക്കുന്നവർക്ക് അത്ര ഇഷ്ടമല്ല. ലിറ്റർ വെയിറ്റ് കൂടുതലാണ്. ഇത് കണ്ടില്ലേ, നല്ല തിരിയാ. ഇതിൽ നിന്നാണ് ഇപ്പൊ ഈ ചോലമുണ്ടിയും പിന്നെ തൊമ്മൻകൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ ചന്ദ്ര ഇറക്കിയേക്കുന്നത്. കേടെങ്ങനെയുണ്ട് ഇതിന്? കേട് വളരെ കുറവായിരുന്നു. ഏറ്റവും കുറവുള്ള അതെ, ബാക്കി ഇനങ്ങളെല്ലാം പോയാലും ഇത് പോയല്ല. ചോലമുണ്ടി പന്നീർ 2 പോത്തിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഇനങ്ങളെല്ലാം വന്നേക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്? കേരളത്തിൽ അതെ, കർണാടകയിൽ നിന്നുള്ള ഇനങ്ങൾ കുറവല്ലേ? അത് കേരളത്തിൽ തന്നെയാണ്. ചില ഇനങ്ങളും ഉണ്ട് ഇപ്പം വന്നതും. ഇത് ചോലമുണ്ടിയൊക്കെ കേരളത്തിൽ നിന്ന് വന്ന ഇനങ്ങളാണ്, ലോക്കൽ ഇനങ്ങളാണ്. വെള്ളനാമ്പനുണ്ട്. ഇതിപ്പോ ഏതാണ് ചേട്ടാ? ഇത് പന്നീർ 2 ആണ്. പന്നീർ 2 ആണ്. ഇത് 25 അടി ഹൈറ്റ് പോയിട്ടുണ്ട്. എത്ര കൊല്ലമായത്? ഇത് 5 വർഷം. 5 വർഷമായി. ഇഷ്ടമായ പന്നീർ 2. ഇത് 10 അടിക്ക് വെച്ചേക്കുന്ന? ഇത് 10 അടി. ഇതൊക്കെ പന്നീർ 9. ഇത് 4 വർഷമായ. ഇത് പന്നീർ 9. ഇത് പന്നീർ 9. ഇതെല്ലാം ഞാൻ ചോദിക്കുന്ന ഒരു കാലം നമ്മൾ 2 കയറ്റി വിട്ടേക്കോ? ഒരു രണ്ട് തല കയറ്റി വിട്ടേക്കോ? ഒരെണ്ണം വെക്കുന്നതിനേക്കാൾ ഗുണം എന്നത് 2 കൂടുതലായിട്ട് കയറുന്ന മരമാകുമ്പോൾ 2 വെച്ചാൽ വേഗം കവറാവും. ഇത് പന്നീർ 1. ഇത് പന്നീർ 1. ഇത് 5 വർഷം. സിൽവർ 5 വർഷം, കുരുമുളക് 5 വർഷം. 5 വർഷം. അതെ. ഇതൊരു കേടിന്റെ ലക്ഷണമാണോ? ഇത് പന്നീർ 2 ശകലം വിലയിച്ച് വരും. പിന്നെ അത് വെയില് ശകലം ഓപ്പൺ ആക്കിയത് ഈ വർഷം ഓപ്പൺ ആക്കിയത് കൂടുതലായി. കട്ട് ചെയ്ത് കൂടുതലായി. ഇപ്പൊ സിൽവർ തിളക്കാൻ തുടങ്ങി. കണ്ടിന്യൂ മഴയായതുകൊണ്ട് സിൽവർ തിളത്തില്ല. ഒക്ടോബർ നവംബറിലൊക്കെ നല്ല വെയിലായിരുന്നു. ഡിസംബറിലാണ് ഇപ്പൊ അത് തിളക്കാൻ തുടങ്ങിയത്. ഇത് വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് കളയണം? 1 വർഷം. സിൽവർ 1 വർഷം കട്ട് ചെയ്താൽ മതി. ഇത് പന്നീർ 2 ഉണ്ടല്ലേ, ഇത് നല്ല ലിറ്റർ വെയിറ്റ് ഉള്ളതിനാണ്, നല്ല മുഴുപ്പുള്ള ഇനമാണ്. വെള്ളനാമ്പൻ കേരളത്തിലെ ലോക്കൽ ഇനങ്ങളാണ്, പഴയ ഇനങ്ങളാണ്. ഇത് നല്ല വെറൈറ്റിയാ. ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്, മണിമുഴുപ്പുണ്ട്. അങ്ങനെ കേടെങ്ങനെയുണ്ട് ഇവന്? പന്നീർ 2-നെ പോലെയും ചോലമുണ്ടിയെ പോലെയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കേട ഉണ്ട്. വലിയ കുഴപ്പമില്ല. ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്, നല്ല ഇനങ്ങളാ. ഇത് വരുന്ന ഇത് വലിയ അറക്കളം എന്ന് പറയും. നല്ല ഇനമാണ്. എല്ലാ വർഷവും ഒരേപോലെ ഏകദേശം ശകല സെറ്റിംഗ് കുറവുണ്ട്, നല്ല ഇനമാണ്. ലിറ്റർ വെയിറ്റ് കൂടുതലുള്ള നല്ല ഇനങ്ങളായത്. നല്ല കയറ്റമാണ്. 5 വർഷം കൊണ്ട് 35 അടി ഹൈറ്റ് പോയി. കേടും അങ്ങനെ വലിയ കേടില്ല. നമുക്കിവിടെ കേട് പോകുന്ന കൂടുതലും കേട് വരുന്ന ഈ കാറ്റ് പിടിച്ച വേരിളക്കി വരുന്ന മരവിളകി അങ്ങനെയും വരും. പിന്നെ ചില 1-2 ഇനങ്ങൾക്ക് കേട് ശകലം കൂടുതലാ. പന്നീർ 5, നീലമുണ്ടി, പിന്നെ വെള്ളനാമ്പനും ശകലം കേട് കൂടുതലുണ്ട്. ഇത് ചോലമുണ്ടി 35 അടി ഹൈറ്റ്, 5 വർഷമായ കുരുമുളകായത്. 5 വർഷം കൊണ്ട് ഇത്രയും കയറി 35 അടി ഹൈറ്റ് ഉണ്ട്. സിൽവർ വെള്ളി. ഇത് നമുക്ക് എന്തൊരു ആദായം കിട്ടാൻ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു
8 കിലോയെങ്കിലും ഡ്രൈ 10 കിലോയെങ്കിലും ഡ്രൈ കിട്ടും. ഈ വർഷം നല്ല ഈൽഡാ. എല്ലാം ഓപ്പൺ ആക്കി അതിലെ വെയിലടിക്കുന്നതുകൊണ്ട് നല്ല അത് നമ്മൾ ഈ അകലത്തിൽ നട്ടോണ്ടാണ് നമുക്ക് ഈ അകലത്തിലും ഇത്രയും ഓപ്പൺ ആക്കിയതുകൊണ്ട്. ഇത് നമ്മൾ 10 എല്ലാം തമ്മിൽ എല്ലാം 10 വെച്ചേക്കുന്നത്. ഇത് ഏതാണോ ചേട്ടാ നമുക്ക് വരുന്നത്? Urgexcel. ഇത് വലിയ കുഴപ്പമില്ല. ഇത് 2-3 വർഷമായ 2-3 വർഷമായത് കണ്ടുപിടിച്ചിറങ്ങി ഇനമാണ്. അതെ, കുറച്ച് വർഷമായി കൂർഗിലും കുടകിലൊക്കെ ആയിട്ട് പലയിടത്തും ഉണ്ട്. ഇത് എവിടെ നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കാൻ? നാട്ടില് എവിടെയാ ഉള്ളതായിട്ട് അറിയത്തില്ല. കുഴപ്പമില്ല, നല്ല ഇനമാണ്. കേടറി അതിനെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്റെ അടുത്ത് 2-3 വർഷമായതേ ഉള്ളൂ. എന്റെ അടുത്ത് ഒരു 4-5 വള്ളിത്തലയുണ്ട്. കായ ഉള്ളത് ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട്. നീളമുള്ള തിരി. ഇത് പീണാൻ തന്നെയാണ്. ഇതും പീനയനാണ്. ഒരു 4 വർഷമായ കഴിഞ്ഞ വർഷം ഇതേ ഈൽഡായിരുന്നു ഇതിന്. ഈ വർഷം ഇതേ ഈൽഡ. ഈൽഡെങ്കിൽ എല്ലാ വർഷവും ഒരേപോലെ കാണുന്നത് എനിക്ക് പീനയനായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനങ്ങളിൽ വെച്ച് എല്ലാ വർഷവും ഒരേപോലെ കിട്ടുന്ന ഇനങ്ങൾ പന്നീർ എന്റെ അനുഭവത്തിൽ പന്നീർ തന്നെയായിരിക്കും. ഈ മഴയും ഈ കാപ്പിടുത്തവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടോ? മഴ ഒരേപോലെ കണ്ടമാനം മഴ കിട്ടിയാലും സെറ്റിംഗ് ആവത്തില്ല. പക്ഷെ ഇത് അധികം സെറ്റിംഗ് ആയിട്ടുണ്ട്. എനിക്ക് ഈ വർഷം പന്നീർ 1ഉം 2 ഒക്കെ ഒന്നും അധികം സെറ്റിംഗ് ആയിട്ടില്ല. കണ്ടിന്യൂ മഴയായി ആദ്യം പോലെ. ഇത് നീലമുണ്ടി ഇനം ഇടുക്കിയിലൊക്കെ ഉള്ള നല്ല ഒരു ഇനമാണ്. എല്ലാ വർഷവും ഒരേപോലെ ഈൽഡായിന്. ഇത് നീലമുണ്ടി കൊല പിടിക്കും. കേടും ശകലമുണ്ട്. കേടും ശകലം വേഗം വരുന്ന ഇനമാണിത്. എൻ്റെ അനുഭവത്തിൽ വെച്ച് എനിക്ക് കുറച്ച് നീലമുണ്ടി ഉണ്ടായിരുന്നത് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ P2 പ്ലാന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ചേട്ടാ വരുന്നത്? ഇത് കൂമ്പങ്കൽ. കോഴിയാ. അതെ, ഇത് നമ്മൾ അത്യാവശ്യം എണ്ണം ചെയ്യുന്നുണ്ടോ? ഇത് എനിക്ക് 2 ഇപ്പം ഈൽഡിങ് ഉള്ളതുകൊണ്ട് ഒരു 10-100 പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് 4 വർഷമായ കുരുമുളകായത്. ഇത് നമ്മൾ പന്നീറിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇത് പന്നീർ വെച്ച് ഇത് വളർച്ച കുറവാ. ഈൽഡിങ് ഉണ്ട്. പക്ഷെ പന്നീറിനെ വെച്ച് നോക്കുമ്പോൾ കയറിപ്പോ വളർച്ച കുറവാ. ഈൽഡിങ് ഉണ്ട്. പക്ഷെ പന്നീറിനൊക്കെ ഇതിനേക്കാൾ ഈൽഡും ഉണ്ട്. വളർച്ചയും കൂടുതലുണ്ട്. പന്നീർ 2 ആയാലും എണ്ണായാലും ഉണ്ട്. ഇതിപ്പോ എന്നാ പ്രായമായത്? ഇത് 4 വർഷം പ്രായമായ കുരുമുളക് തയ്യ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ കയറ്റം കുറവാ. കയറി പോകുന്ന കയറ്റം കുറവാ. ഇത് ഏതാണോ ഇങ്ങോട്ടേക്ക് ഇത് വരുന്നത്? ഇത് പന്നൂർ എനം. പന്നൂർ 10 ആണ്. 116 എണ്ണം ഉണ്ട്. ഇത് ഏതാ ചേട്ടാ നമുക്കിത്? ഇത് തേവമാണ്. ഒരു 5 വർഷമായ എനം. 5 വർഷമായ വെള്ളിത്തലയാണ്. നല്ല ഇനമാണ്. ഇത് കൊലകൊലയായിട്ട് പിടിക്കും. നല്ല ഇനമാണ്. അത്യാവശ്യം നല്ല ഈൽഡിംഗ് ഉണ്ട്. എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ കിട്ടും നമുക്ക്. എല്ലാ വർഷവും ഒരേപോലെ നീലമുട്ടി പോലെ തന്നെ എല്ലാ വർഷവും ഇതും ഒരേപോലെ. ഈ തോട്ടത്തിൽ പല എണ്ണം വെച്ചിട്ടുണ്ടല്ലോ. ഒരെണ്ണം തന്നെ പീണാനാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെ വെക്കുന്നില്ല, പല എണ്ണം വെക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒരു 2016 9 ഏക്കർ പന്നീർ 5 തന്നെ നട്ടു. അത് 7 വർഷം കഴിയുമ്പോഴത്തേന് കേടുവന്ന് എല്ലാം പോയി. പന്നീർ 2 മാത്രം ബാക്കിയായി. അതിൽ നിന്നൊരു പാഠം പഠിച്ചു. ഒറ്റ ഇനങ്ങൾ മാത്രം നടരുത്. കേടുവന്ന് പോയാൽ എല്ലാം ഒറ്റയടിക്ക് പോകുമല്ലോ. പിന്നെ അതുമല്ല നമുക്ക് ഹാർവെസ്റ്റിംഗിന് ടൈമും കിട്ടും. പല ടൈമിൽ കിട്ടുമല്ലോ. അതൊരു മെയിൻ കാരണമാണ്. സമയം കിട്ടും പറിക്കാൻ. പിന്നെ അതല്ല കേട് വന്ന ഒറ്റ ഇനങ്ങൾ തന്നെ ചിലപ്പം പോകും. ചില ഇനങ്ങൾ പോകത്തില്ല. പിന്നെ അതല്ല ഇതിപ്പോ നമ്മൾ ഞാൻ പന്നീർ 5 നട്ടപ്പോ എനിക്ക് മനസ്സിലായി പന്നീർ 5 കൊള്ളത്തില്ല. ഇനങ്ങൾ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന ഇനം പന്നീർ 5. പിന്നെ ലിറ്റർ വെയിറ്റും കുറവാ. പറിച്ചാല് ലിറ്റർ വെയിറ്റും കുറവാണ്. കേടും വേഗം വരും. ഷെയ്ഡില് പറ്റുമെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ പിന്നെ സിൽവറിനകത്ത് നട്ടെ. അത് ഷെയ്ഡില് ഡോട്ട് കാളാ സെറ്റിംഗ് ആവില്ല. ഷെയ്ഡിൽ പറ്റുന്ന ഇനമല്ല അത്. അനുഭവത്തില് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അവിടെ തന്നെ എനിക്ക് അനുഭവത്തിൽ മനസ്സിലായത് എല്ലാ ഒരേ ഇനങ്ങൾ തന്നെ നടരുതെന്ന്. പല ഇനങ്ങൾ അതിൽ 2 മാത്രം കേട് വന്നു പോയില്ല. അതുകൊണ്ട് അവിടെ 2 തന്നെ നട്ടു 9 ഏക്കറിൽ. ഇവിടെയും 2 എനിക്ക് ഒത്തിരി ഉണ്ട്. അപ്പൊ അതങ്ങനെ കേടില്ല 2-ന്. ചേട്ടൻ നമ്മളിപ്പം ഇനങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ മെയിൻ ആയിട്ടും ഇതിന്റെ വളത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം തൊട്ടെന്ന് വെക്കുമ്പോ തൊട്ടുള്ള വളങ്ങൾ അതിനൊന്ന് പറഞ്ഞുതരാം. ശകലം ജൈവവളം ഇട്ട് നടും. പൊക്കി നടും. ചാണകമൊക്കെയാണോ? ചാണകം ഇടാം. ഉണങ്ങിയ ചാണകം ഇടാം. ഇല്ലെങ്കിൽ 50 കിലോ ബാഗ് ജിയോഗ്രീൻ. ഞാൻ ജിയോഗ്രീൻ ഇട്ടാടുന്നത്. ജിയോഗ്രീൻ 2 കൈ ഇടും. പിന്നെ അധികം ചാണകം ഉണക്ക ചാണകം നല്ല കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അധികം രാസവളവും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. 19 2-3 പ്രാവശ്യം കൊടുക്കും. ഏതാ 19 19? അതെ. ഒരു ഏപ്രിൽ 15-ന് തിരി ഇടാൻ തുടങ്ങുന്നതിന് മുന്നേ അത് നമ്മൾ സ്പ്രേ ആയിട്ട് അടിച്ചെടുക്കില്ല. ചുവട്ടിൽ 2 അടി ദൂരം. ചുവട്ടിൽ 2 അടി ദൂരമായിട്ട് ഒരു 250 ഗ്രാം വെച്ച് ഇടും. ചോട്ടിൽ 2 അടി മാറി. അതെ, 2.5 അടി ദൂരം. വട്ടത്തോട് വട്ടം. എന്തായാലും നമ്മൾ ഇടുന്നത് അത് ഈ കാക്കില വെച്ചിടും. കാക്കില വെച്ച് ഒരു എണ്ണത്തിനും. അതെ. അങ്ങനെ വർഷത്തെ എത്ര പ്രാവശ്യം ചെയ്യണം? അത് 3 പ്രാവശ്യം. ഏപ്രിൽ ലാസ്റ്റ്, ആഗസ്റ്റ്, പിന്നെ സെപ്റ്റംബർ ലാസ്റ്റ്. ഇങ്ങനെ മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, മഴ പെയ്യുന്നത് എനിക്ക് സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ. അപ്പൊ ഏപ്രിൽ ലാസ്റ്റ് വിടാം. ഫ്ലവറിങ്ങിന് നല്ലതാവും. ഫ്ലവറിങ്ങിന് വേണ്ടി ഞാൻ പിന്നെ ഒരു സ്പ്രേയും കൂടെ കൊടുക്കും. 19
മൈക്രോ ന്യൂട്രൻസ് ഒക്കെ ആയിട്ട് ഇലയ്ക്കൊരു ഫോയിൽ സ്പ്രേയും കൊടുക്കും. ഓഹോ സ്പ്രേ നമ്മളെ വർഷത്തിൽ എത്ര പ്രാവശ്യം കൊടുക്കുന്നുണ്ടത്? 2 പ്രാവശ്യം കൊടുക്കും. 2 പ്രാവശ്യം കൊടുക്കും. പിന്നെ COC ട്രെഞ്ചിങ് ചെയ്യും 2 തവണ. ജൂൺ ലാസ്റ്റ് പിന്നെ സെപ്റ്റംബർ ലാസ്റ്റ് COC നമ്മൾ ചെയ്യും. ബോർഡോ ഒരു പ്രാവശ്യം അടിക്കും. ബോർഡ് നമ്മൾ മരത്തിട്ട് അടിച്ചു കൊടുക്കും. അതെങ്ങനെ അതിന്റെ റേഷ്യോ അതിന്റെ വരുന്നത്? അത് 2 ഡ്രമ്മിന് ഒരു 2 വെച്ച് അത് കൊടുക്കുന്നത്. അതെ ഒരു 100 ലിറ്റർ 2 കിലോ, 100 ലിറ്റർ 2 കിലോ ചുണ്ണാമ്പും 1 ലിറ്റർ 2 കിലോ തുരിശുമായിട്ട് അങ്ങനെ മിക്സ് ആക്കി അടിക്കുന്നത്. ഈ അടിയിൽ ഒഴിക്കുന്ന നമ്മൾ ഒഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒഴിക്കുന്നത്? COC കോപ്രോക്സി ക്ലോറൈഡ് 2 പ്രാവശ്യം ഒഴിക്കും. പിന്നെ അതിന്റെ കൂടെ ഒരു ഇൻസെക്ടിസൈഡും കൂടെ ചേർക്കും, ലാൻസർ ഗോൾഡ് എന്ന് പറയുന്നത്. അത് വെച്ചാൽ മിലി ബഗ് അതൊക്കെ ഇല്ല പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ COC എന്ന് വെച്ചാൽ അതിന്റെ വേര് അഴുകാതിരിക്കാനും ആയിട്ട് മഴക്കാലം മുന്നേ ജൂൺ 1 ജൂൺ 15 ഒഴിക്കാം. വർഷത്തിൽ ഒന്ന് ഒഴിച്ചാൽ മതി. 2 പ്രാവശ്യം ഒഴിക്കുന്നതല്ല. ജൂൺ 15 മുന്നേയും പിന്നെ സെപ്റ്റംബറിൽ ഒക്കെ ആയിട്ട് ആഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആയിട്ട് 2 പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ വേര് നല്ല ഇതായിട്ടിരിക്കും. പിന്നെ ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ നല്ല മഴ കൂടുതലല്ലേ, വേര് അഴുകി പോകാതിരിക്കും. അതെ നമ്മള് മറ്റേ മൾട്ടി ഷീറ്റ് മൂടാണ് നല്ലതാ. ടാർപ്പാളിനിട്ട് ചെറിയ 4 അതിട്ട് മൂടിക്കഴിഞ്ഞാൽ വളങ്ങൾ ഒലിച്ചു പോകില്ല, വേര് ഡാമേജ് ആവില്ല. നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഈ സ്പ്രേ അടിക്കുന്നത് പിന്നെ എന്താ നമ്മൾ അടിക്കുന്നത്? തുരിശടിക്കുന്നത് അത് എന്തിനാണ്? അത് തുരിശുമായ 2 തവണ അടിക്കും. 2 തവണ അടിക്കും. മഴക്കാലത്ത് ഫൈറ്റോത്തോറയൊന്നും വരാതിരിക്കാൻ. ഏത് മാസം അടിക്കും? അത് ജൂൺ 15 പിന്നെ ആഗസ്റ്റ് ലാസ്റ്റിനും 2 തവണ അടിക്കും. പിന്നെ അങ്ങനെ വലിയ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. COC മെറ്റലാക്സിലും കൂടെ കൂട്ടി അടിക്കും. വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോത്തോറ കേട് മഴ കണ്ടിന്യൂ കൂടി. ഫൈറ്റോത്തോറ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഈ തണ്ടൊക്കെ കറുത്ത് പോകുന്ന ഒരു സൂക്കേടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ COC 1/2 കിലോ ഡ്രമ്മില് മെറ്റലാക്സിൽ ഒരു 1/4 കിലോ വെച്ചിട്ട് ഒരു സ്പ്രേ കൊടുക്കും. അപ്പൊ അത് കൺട്രോൾ ആവും. പിന്നെ നമുക്ക് വേറെ എന്താണ് കേട് നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളത്? കേട് ഇത് വരാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാല് ലെവല് സ്ഥലത്ത് നടും, ഇപ്പൊ പൊക്കി നട്ട് എല്ലാ സൈഡിലും ഡ്രൈനേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അധികം നീർവാഴ്ച ശരിക്കും പോകും. അപ്പൊ അധികം കേട് വരികയല്ല. മഞ്ഞളിപ്പ് ഇതിൽ കൂടുതൽ വരുന്ന മഞ്ഞളിപ്പ് സ്ലോ വിൽറ്റും ക്വിക്ക് വിൽറ്റും ആണ്. അത് ഈ വരാതിരിക്കാനുള്ള ഈ പ്ലാനുകൾ ചെയ്താൽ അധികം നമുക്ക് കേട് വരികയല്ല. നീർവാഴ്ച ആദ്യമായിട്ട് വേണ്ട നീർവാഴ്ച വേണം മണ്ണില്. നമ്മൾ ജൈവവളവും രാസവളവും ചെയ്യുന്നുണ്ട്. ജൈവവളം ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കുറവാണ്. ഈ രാസവളം ചെയ്യുന്നതുകൊണ്ട് കെമിക്കലും ഉപയോഗിക്കുന്നുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ട് ജൈവവളം വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. ജിയോഗ്രീൻ ആദ്യം ഉപയോഗിക്കുന്നത്. ജിയോഗ്രീൻ ടാറ്റയുടെ ഒരു വളം 50 കിലോ ബാഗ് 600 രൂപ. അത് പിന്നെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ആയിട്ട് അതാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ വിളവ് കിട്ടാൻ നമുക്ക് ആദായം നല്ല രീതിയിൽ കിട്ടാൻ അതാണ് ഏറ്റവും നല്ലത്. ചാണകം ഇടാം, നല്ല ഉണക്ക ചാണകം പൊടിച്ചാണകം കിട്ടി അതും ഇടാം. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് നമ്മള് ചാണകവെള്ളം കലക്കി എന്റെ ചുവട്ടിൽ ഒഴിക്കും അങ്ങനെ അതൊന്നും നല്ലതല്ല. കുരുമുളകിന് ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നതൊന്നും നല്ലതല്ല. പേര് ചീഞ്ഞു പോകാനൊക്കെ. ചേട്ടാ ഇതാണ് നമ്മൾ ഈ വളമാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജിയോഗ്രീൻ ആണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉപയോഗിക്കുന്നത്. ജൈവവളമായിട്ട് നമുക്ക് ഇവിടെ നല്ല ചാണകങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് 1 കിലോ 2 കിലോ ഒക്കെ വെച്ചിട്ട് കൊടുക്കും. അതിന്റെ കൂടെ തൈ കൊടികൾക്ക് റാലി ഗോൾഡ് ഇത് ഇട്ട് കൊടുക്കും. ഈ ബക്കറ്റ് റാലി ഗോൾഡ് മൈക്രോയിസ വരാനൊക്കെ നല്ലതാണ്. ഇതെന്താ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? ഇതൊരു 100 ഗ്രാം വെച്ച് തൈ കൊടികൾക്ക്. ഇത് വേര് കൂടാൻ വേണ്ടി വേരിനും മൈക്രോയിസയാണ് വേര് കൂടാനൊക്കെ നേരിട്ട് കൊടുക്കുക. ചാണകത്തിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നേരിട്ട് കൊടുക്കുക. നമ്മളിവിടെ സ്പ്രിംഗ്ലർ ആണ് വെച്ചേക്കുന്നത് ട്രിപ്പിന് പകരം. ഇത് സ്പ്രിംഗ്ലർ എന്താന്ന് ചോദിച്ചാൽ മാർച്ച് 15 ശേഷം എനിക്ക് കാഫി ഫ്ലവറിങ്ങിന് വേണ്ടി മാത്രം അന്നേരം ഒരു 3-4 പ്രാവശ്യം ഞാൻ കൊടുക്കും. കാഫി ഫ്ലവറിങ് പിന്നെ സെറ്റിംഗ് ആകാനും ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയ് 1 ഏപ്രിൽ ലാസ്റ്റ് മുതൽ കണ്ടിന്യൂ സ്പ്രിംഗ്ലർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം കൊടുക്കും. അന്നേരം എന്നാ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ കുരുമുളക് ഒരേപോലെ തളുത്ത് തിരിയിടും. ഇവിടെ മഴ മാർച്ചിൽ വന്നാല് പിന്നെ മെയ്യിൽ വരും. കുറെ ഗ്യാപ്പ് വിട്ട് വരുന്നതുകൊണ്ട് ഈൽഡിങ്ങില് വേരിയേഷൻ വരും. 2-3 പ്രാവശ്യമായിട്ട് സെറ്റിംഗ് തിരിയിടും. കുറച്ച് പിന്നെ കുറെ പ്രാവശ്യമായി പോകും. അതെ, അപ്പൊ ഈൽഡിങ് എടുക്കാനും താമസമാവും. അതുപോലെ ഞാൻ ഈ വെള്ളം ഒരേപോലെ കൊടുക്കുന്നതുകൊണ്ട് ഈൽഡിങ് എനിക്ക് ഒരു 10% 20% വരെ ഈൽഡിങ്ങും കൂടുതൽ കിട്ടും. ഒരേപോലെ തളുത്ത് തിരിയും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് ഹാർവെസ്റ്റിംഗ് ഈസിയാ. ഒരേപോലെ പറിക്കാം. 1-2 പ്രാവശ്യം തിരിച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നത് ചേട്ടന് ഈ ഭൂമി നല്ല ലെവലായിട്ട് കിടക്കുന്നതാണല്ലോ. ഇപ്പൊ ഒരു ചെരിഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇത് എങ്ങനെയായിരിക്കും ചേട്ടൻ പ്ലാൻ ചെയ്യുന്നത്? ചെരിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ അത് പ്ലാറ്റ്ഫോം ആക്കി തന്നെ ചെയ്യേണ്ടി വരും. ഡ്രൈനേജ് ഇതേപോലെ ഞാൻ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാ ലൈനിലും ഡ്രൈനേജ് അടിച്ചു കഴിഞ്ഞാൽ അത് മണ്ണൊലിപ്പ് കൂടുതലാവും. പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ട് നിങ്ങളത് ഒരു ഫ്രണ്ടിൽ ശകലം കുഴിയാക്കി പ്ലാറ്റ്ഫോം ആക്കി അതിന്റെ ബാക്ക് സൈഡ് പൊങ്ങിയ സൈഡ് കുരുമുളക് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും ബെറ്റർ.
ചേട്ടാ നമ്മളിത് എത്ര അടി താഴ്ചയല്ലേ ഇതിങ്ങനെ? 1.25 അടി താഴ്ചയുണ്ട്. ആ. ഇത് സിൽവർ വെച്ച് കുരുമുളക് നട്ട് ഉടനെ തന്നെ ചെറിയ ഹിറ്റാച്ചി വെച്ച് ആ. ചെറിയ ബക്കറ്റ് ഉണ്ടല്ലോ, ഓക്കെ. അതിന് തന്നെ എല്ലാ ലൈനിലും കൂടെ ആ. എടുത്താ അപ്പൊ മണ്ണ് അത് തന്നെ അങ്ങോട്ട് ഇടും. ഓ. അതിന്റെ തൂമ്പയ്ക്ക് വലിച്ചൊന്ന് ലെവലാക്കി ഉരുട്ടിയതാണ്. ഉരുട്ടി ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം നിൽക്കില്ല, ഓക്കെ ഓക്കെ. സ്ലോപ്പ് ഉള്ളതുകൊണ്ട്. ആ ടോപ്പ് ലെവലിൽ നിന്ന് ഇത് 1.25-2 അടി താഴ്ചയുണ്ട്. ഇത് എല്ലാ വർഷവും ജലവർഷങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. മണ്ണ് ഇടിഞ്ഞു പോകുന്നത് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കും. അതെ അതെ. നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൂമ്പ അതിന്റെ അടിയിലോട്ട് കൊണ്ടുപോകാനെന്ന് പറയാറ്, അങ്ങനെയാണ് നമ്മൾ ചവിട്ടിൽ തൂമ്പ മുട്ടിക്കാറില്ല, കട്ടിയും കൊണ്ട് വയക്കാറേ ഉള്ളൂ. അത് തൂമ്പ മുട്ടിക്കുന്നത് നല്ലതല്ല. കട്ടായി കഴിഞ്ഞാല് ഇത് നമ്മൾ ഇതിന്റെ ചോട്ടിലോട്ട് ഇങ്ങനെ ചപ്പും എല്ലാം കൂട്ടി ഇടുന്നൊരു പരിപാടി ഉണ്ടോ? ചപ്പ് മഴക്കാലത്ത് കൂട്ടത്തില്ല, വേനലിനൊക്കെ ഇടും. മഴക്കാലത്ത് കൂട്ടി കഴിഞ്ഞാൽ അത് കണ്ടമാനം വേര് ചീഞ്ഞു പോകാനുള്ള, ഈർപ്പം നിലനിന്ന് വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് അത്ര നല്ലതല്ല. ഈ ടോപ്പ് ഷൂട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണോ ഇതുപോലെ അടിതൊട്ടെ നമ്മളിങ്ങനെ കണ്ണി കുത്തി കയറുന്നതിന്? ഞാൻ പറഞ്ഞല്ലോ, 1.9 എനിക്ക് ഒന്ന് കിട്ടി ഒറ്റ തള്ളയായിട്ട്. അതിൽ നിന്ന് ടോപ്പ് ഷൂട്ടർ ആക്കിയതുകൊണ്ടാണ് അധികം താഴെ പോലെ കണ്ണി കുത്തി കയറുന്നത്. ചേട്ടാ ഇതന്നെ നമ്മളിങ്ങനെ ഫുള്ള് വെട്ടി നിർത്തേക്കുന്നത്. ഇത് വെള്ളനാമ്പൻ ഒരു ഇനമായിരുന്നു, അത് കേടുവന്ന് പോയതാ. ഇത് സിൽവർ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാറ്റത്തിങ്ങനെ ആടും. കാറ്റത്ത് ആടുമ്പോൾ ചെവിട് ശകലം ഗ്യാപ്പ് ആവും, അപ്പം വെള്ളം നിന്ന് അങ്ങനെ കേടായതാ. അങ്ങനെ കേടാവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ മുൻകെടുത്താലും ചെറിയൊരു ശതമാനം കേടുവന്നു പോയി. ഇപ്പം വെള്ളനാമ്പനാണ് എനിക്ക് ശകലം കൂടുതലായിട്ട് കേടുവരുന്നത്. 100 വള്ളിയോളം അടിയിൽ ഫുള്ള് പറിച്ച് കളയാൻ നിർത്തുന്നത്. ഇത് ഞാൻ ഇപ്പൊ തന്നെ പറിച്ചു കളഞ്ഞു. അന്ന് COC മെറ്റലാക്സിലും കലക്കി വെച്ചിട്ട് അതിൽ പന്നീർ 9 ഇല്ലെങ്കിൽ പന്നീർ 2 നടും. അങ്ങോട്ട് നട്ടിട്ടുണ്ട്. നമ്മൾ ഒരു തൈ പോയെന്ന് ഓർത്തോ, അത് കഴിഞ്ഞിട്ട് അടുത്ത് പുതിയ നടാൻ നേരത്തെ ഈ മെറ്റലാക്സും COC നമ്മൾ അതൊന്ന് ഒഴിച്ച് മണ്ണ് ക്ലിയർ ആക്കും. എന്തേരം വെച്ച് ഒഴിക്കുന്നത്? അത് ഒരു 2 ലിറ്റർ വെച്ച് ഒഴിച്ച് 2 മാസം കഴിഞ്ഞ് നടാം, ഇല്ലെങ്കിൽ അന്നേരം തന്നെ നടാം. ഞാൻ അന്നേരം തന്നെ നടും. ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളെ നടുള്ളൂ, അത് നടുകയല്ല. പന്നീർ 2 നടും, ഇല്ലെങ്കിൽ ചോലമുണ്ടി നടും. അപ്പൊ ഒരു കുരുമുളക് പോയാൽ നമ്മൾ അങ്ങനെ കൃത്യമായിട്ടും COC മെറ്റലാക്സിനും ഉപയോഗിക്കണം. കളച്ച് പറിച്ച വേരൊക്കെ കളഞ്ഞ് അത് ഒഴിച്ചിട്ട് നട്ടുവിടും. ഇത് നമ്മൾ എന്താ ചേട്ടാ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നതിന്റെ ഉദ്ദേശം ഇത് എനിക്ക് നഴ്സറിക്ക് വേണ്ടിയിട്ട് വള്ളിത്തല വേണം, അതിന് ഞാൻ പൊക്കി കെട്ടി വെച്ചേക്കുന്നത്. ഇത് നമ്മൾ നിലത്ത് പടരാൻ വിടരുത്. ഇട്ട് കഴിഞ്ഞാല് ഇവിടെ വേര് വന്ന് നമുക്കത് നഴ്സറി മെറ്റീരിയലിന് നല്ലതല്ല. നമുക്ക് തൈ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ മഴക്കാലത്ത് തന്നെ പൊക്കി കെട്ടി ചുരുട്ടി വെച്ച് കഴിഞ്ഞാല് കേട് വന്ന് പോകത്തുമില്ല. നമുക്ക് നഴ്സറിക്ക് നല്ല മെറ്റീരിയൽ കിട്ടും. ഇല്ലെങ്കിൽ അത് നല്ലതല്ല. നിലത്ത് കിടന്നു കഴിഞ്ഞാൽ കേട് വന്ന് പോകും, വൈക്കിയും പോവും. അങ്ങനെ അതിനു വേണ്ടി ചെയ്തേക്കുന്നതായിരുന്നു. എല്ലാം ചുറ്റി കെട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ചുവടും വൃത്തിയായി കിടക്കും. ഇങ്ങനെ പൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചുവടും വൃത്തിയായി കിടക്കും, നല്ല കേറുതല കിട്ടും. അതെ. ചേട്ടാ നമ്മളെ കുരുമുളക് ഉണങ്ങാൻ സാധാരണ ഇവിടെ എത്ര പേര് നമ്മൾ കൊള്ളിക്കും? അത് ഒരു 3-3.5 വെയിൽ കൊള്ളിക്കും. ഒരു ദിവസം സോളറൈസേഷൻ ചെയ്ത്, പിന്നെ സോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ മെതിച്ച ശേഷം ഒരു വിരൽ കനത്തിൽ 1 ഇഞ്ച് കനത്തിൽ നിരത്തിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയിടും. അപ്പൊ അത് വെയിലിന് ചൂടിന് അത് കറക്റ്റായിട്ട് കറുത്ത് പോകും, കറുപ്പ് കളറും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നിരത്തി ഒരു 3 വെയിൽ ഉണങ്ങിയാൽ ഉണക്കായി. ചില ഞാൻ കണ്ടു ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിന്റെ മുഖന്റെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് മൂടിയിട്ടാലും അത് ഹീറ്റായിട്ട് കറുപ്പാവും ചൂടായിട്ട്. പിറ്റേ ദിവസം 3 ദിവസം വെയിലത്ത് ഉണക്കിയാലും ആയി. ഇല്ലെങ്കിൽ അത് ചിലര് ഉച്ചവരെ ഉണക്കിയിട്ട് ഉച്ചയ്ക്ക് വാരി കെട്ടി വെച്ചാലും കറുപ്പാവും. നല്ല കറുപ്പ് നിറം വേണം. അതെ അതിന് കാണാൻ ഒരു വേണ്ടിയാ പറയുമ്പോ അതിന് ബ്ലാക്ക് കളർ വേണം. ഇത് എത്ര പച്ച കളറാവും. ഇത് എത്ര നാൾ വേണം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? 5 വർഷമോ 3 വർഷം 5 വർഷം. ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഇത് 3 വർഷമായ. 3 വർഷമായ കുത്തലൊന്നുമില്ല. പാറ്റിപ്പറക്കിയ കുരുമുളക്, ക്ലീനാക്കിയ കുരുമുളക് പ്ലാസ്റ്റിക് ചാക്കിനകത്തോട്ട് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കിയിട്ട് പ്ലാസ്റ്റിക് കൂടെ ഇറക്കിയിട്ട് അതിനകത്തോട്ട് ഇറക്കി കെട്ടി ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷമായാലും ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. എത്ര വർഷമായാലും ഇരുന്നോളൂ. ഓക്കെ. ക്ലീൻ ആക്കിയ തൊത്തും പൊടിയും ഒക്കെ പോയ കുരുമുളക് ഇങ്ങനെ ആക്കി എത്ര വർഷം വേണമെങ്കിലും വെക്കാൻ പറ്റും. ചേട്ടാ നമ്മളിപ്പം ഒത്തിരി പേര് നമ്മളിപ്പോ താങ്ങാലൊക്കെ കയറ്റിയേക്കുന്നത്, ഒത്തിരി പേര് പോസ്റ്റേല് പൈപ്പേലൊക്കെ ആയിട്ട് കയറ്റുന്നുണ്ട്. പോസ്റ്റിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അത് പോസ്റ്റിലും PVC-യിലൊക്കെ കയറ്റുന്നത് പ്ലെയിൻസകത്ത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെറിയ ഷെയ്ഡ് ഉള്ളിടത്തൊക്കെയാണ് ചെയ്യാം. PVC-യിലായാലും ഇത് കണ്ടിന്യൂ വെയിലടിച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പിന്നെ തെങ്ങിൻ തോട്ടങ്ങളിലൊക്കെ പോസ്റ്റ് കൊടുത്താൽ PVC പൈപ്പൊക്കെ ചെയ്യാം. PVC പൈപ്പ് ചെയ്താലും ടോപ്പില് റോപ്പ് ഇട്ട് ടൈറ്റ് ആക്കി, ഇല്ലെങ്കിൽ കാറ്റത്തൊക്കെ ഒടിഞ്ഞു പോയത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്.
ചെയ്യുന്നതിനും കുഴപ്പമില്ല. ആ. അതേ ചെയ്യേണ്ട പോലെ ചെയ്താൽ. ആ ആ ചുമ്മാ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റത്തൊടിഞ്ഞു പോകും. ആ. പിന്നെ പ്ലെയിൻ സ്ഥലത്ത് ചെയ്യുന്നതിനോടും എനിക്ക് അത്ര ചെറിയ ഷെയ്ഡ് വേണം. ഷെയ്ഡ് വേണം. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ പോസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 അടി അല്ലെങ്കിൽ 14 അടി അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത്. അപ്പം മരം വെച്ച് നോക്കുമ്പം മരം ആകുമ്പോ ഒരു 25 അടി 30 അടി 35 അടി വരെ നമുക്ക് ഹൈറ്റിൽ കുരുമുളക് തിക്കായിട്ട് കയറി കിടക്കും. ആ. ഈൽഡിങ്ങും കൂടും. ആ. PVC പൈപ്പ് ആകുമ്പോൾ 12 അടി 14 അടി ഹൈറ്റിലേ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് അടുത്ത് ചെയ്യുന്നു. ആ. ഇത് ഹൈറ്റ് കൂടുന്തോറും ശകലം അകലത്തിൽ ചെയ്യുന്നു. അപ്പൊ ഈ മരത്തേക്ക് ചെയ്യുന്നല്ല കൂടുതൽ നമുക്ക് ആദായം കിട്ടുന്ന. മരത്തിലാണ് നമുക്ക് ഇച്ചിരി ആദായം കൂടുതലും. ഷെയ്ഡ് നമുക്ക് കറക്റ്റ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മരത്തിൽ നടുമ്പോ മരം ഒത്തിരി വളം വലിച്ചോണ്ട് പോകുന്നു പറയുന്നത്. ചെറിയ പരിധി വരെയൊക്കെ സിൽവറിന്റെ വരെയൊക്കെ എടുക്കും. എക്സ്ട്രാ വളം കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നും. ചേട്ടാ, നമുക്ക് ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നടേണ്ടത്, ഇതിന്റെ വളപ്രയോഗങ്ങള് ഇതൊക്കെ പറഞ്ഞുതരാൻ ആരാ ചേട്ടനെ സഹായിക്കുന്നത്? അതെല്ലാം ഒരു 20 വർഷമായിട്ട് വേണുഗോപാൽ സാർ സയന്റിസ്റ്റ് മൈസൂറുള്ള ഇപ്പൊ റിട്ടയർഡ് ആണ്. അദ്ദേഹം വർഷത്തിലൊരു 3 തവണയൊക്കെ വന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അഡ്വൈസും ഒക്കെ തരുന്ന ഒരു നല്ല മനുഷ്യൻ. വിളിച്ചില്ലെങ്കിൽ കൂടെ വന്ന് പറഞ്ഞു തരുന്ന ഒരു നല്ല മനുഷ്യനാണ്. സപ്പോർട്ട് എപ്പോഴും ഉണ്ട് നമുക്ക്. സാറിന്റെ കീഴിലാണ് നമ്മൾ ഇവിടുത്തെ വളപ്രയോഗം കാര്യങ്ങളെല്ലാം. എല്ലാ അഡ്വൈസും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുന്നതാണ് ഈ ഇനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോക്കി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അത് അദ്ദേഹം പറയാറുണ്ട്, ഇത്ര ഈ ഇനങ്ങൾ ചെയ് നല്ലതാണെന്ന്. പിന്നെ ഞാൻ ചെയ്ത് പഠിക്കുമ്പോഴും എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റുമല്ലോ. അതിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് മനസ്സിലാകുമ്പോ നമ്മൾ കുറച്ച് തിരുത്തും. അദ്ദേഹത്തിന്റെ അഡ്വൈസ് നല്ല സഹായമാണ്. നല്ല സഹായം കിട്ടും. എപ്പോ വിളിച്ചാലും നമുക്കൊരു സഹായം. അതെ, എപ്പോ വിളിച്ചാലും വരും. വിളിച്ചില്ലെങ്കിൽ കൂടെ വന്ന് എനിക്ക് എല്ലാ അഡ്വൈസ് ഒക്കെ തരുന്നതാണ്. ഇപ്പം ഈ കുരുമുളക് കൃഷിക്കാർ നടന്നൊരു പലരും പലതരത്തിലുള്ള മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ചേട്ടൻ കാണുന്നതിൽ പ്രധാനമായിട്ട് മിസ്റ്റേക്ക് അവർ ചെയ്യുന്നത് എന്താ? അത് ഇപ്പം പലരും നടന്നതെന്ന് വെച്ചാല് ഡ്രെയിനേജ് ഇല്ലാതെ, നീർവാർച്ചയില്ലാതെ, ഡ്രെയിനേജ് ഇല്ലാതെ ലെവൽ സ്ഥലത്ത് തന്നെ നടും. അതാണ് പലരും ഫെയിൽ ആവുന്നതിന് മെയിൻ കാരണം. ഇനി ഇപ്പൊ ഒത്തിരി മാറി. യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഡ്രെയിനേജ് കൊടുത്ത് പൊക്കി നടന്നുകൊണ്ട് ഇപ്പൊ ഒത്തിരി ഉണ്ട്. പണ്ട് പോലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഒത്തിരി കേട്. ഇപ്പൊ ഒത്തിരി പേര് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല. ഇനി നടുന്നവർക്കായാലും പൊക്കി നടുക, ബെഡ് റേസ് ആക്കിയിട്ട് പിന്നെ ഡ്രെയിനേജ് 2 സൈഡിലും ഇവിടെ കൊടുത്തു നട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കേടിനെ പ്രതിരോധിക്കാൻ പറ്റും. ഇനിയുള്ള കാലത്ത് നമുക്ക് കുരുമുളക് നടന്ന് ധൈര്യമായിട്ട് തന്നെ നമുക്കൊരു 500 രൂപയ്ക്ക് മുകളിലോട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കാം നമുക്ക്. അതെ, 500 താഴേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. ഇന്ത്യൻ ഡിമാൻഡ് തന്നെ ഒത്തിരി ഉള്ളത് കൊണ്ട് 500 താഴെ പോകാൻ ഒരു സാധ്യതയുമില്ല. ശരാശരി നമുക്ക് എന്ത് വില കിട്ടിയാൽ നമുക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് 500 രൂപ കിട്ടിയാൽ ലാഭകരം തന്നെയാണ്. 500 കിട്ടിയാൽ ഇപ്പൊ 700 മുകളിലുണ്ട്, 700 അടുത്തുണ്ട്. 500 കിട്ടിയാലും ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ കൊല്ലം ഉത്പാദിപ്പിക്കുന്ന ഈ കുരുമുളക് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഈ കൊല്ലം തന്നെ വിൽക്കുവാണോ? അതെ, അങ്ങനെയാ? ഇല്ല, 2, 3, 4, 5 വർഷം വരെ പറ്റി എന്റെ അടുത്ത് ഉണ്ട്. അങ്ങനെ ക്ലീൻ ആയിട്ട് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഒരു കേടും വരികയില്ല.